ഡിസോൺ കലോത്സവത്തിനിടെ SFI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ്. ആംബുലൻസ് വിളിച്ചുവരുത്തി ഗോകുൽ ഗുരുവായൂരിനെ അടക്കം രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കി. കേസിലെ ഒന്നാം പ്രതിയും KSU ജില്ലാ പ്രസിഡന്റുമായ ഗോകുലിനെ കേരളവർമ്മ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ ഡിസോൺ കലോത്സവത്തിനിടെ SFI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ് എന്നാണ് കണ്ടെത്തൽ. ആംബുലൻസ് വിളിച്ചു വരുത്തിയ ശേഷം ഗോകുൽ ഗുരുവായൂരിനെ അടക്കം രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, നിർണായകമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഈ ഡിസോൺ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി KSU പ്രവർത്തകർക്കെതിരെയും SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. അതേസമയം തന്നെ മാള ഹോളി ഗ്രേസ് കോളേജിൽ വെച്ച് രാത്രിയിൽ നടന്ന സംഘർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഈ SFI നേതാക്കളെ മർദ്ദിച്ചതിന് ശേഷം KSU ആളുകൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം. ഈ കേരളവർമ്മ കോളേജിലെ SFI നേതാവിന്റെ തലക്കടിച്ച KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെ അത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആംബുലൻസ് സജ്ജീകരിച്ചു കൊടുത്തത് പോലീസാണെന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പറയുന്നത് എന്നാണ് ഈ പൊതുവെയുള്ള മറ്റ് എതിർ വിഭാഗത്തിന്റെ ആരോപണം. ഈ ആംബുലൻസ് വിളിച്ചു വരുത്തി ഗോകുൽ ഗുരുവായൂരിനടക്കം രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് പോലീസ് നേതൃത്വത്തിലാണെന്നും ഈ മാള CI ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ ഇത്തരത്തിൽ ആംബുലൻസ് സജ്ജീകരിച്ചു കൊടുത്തതെന്നുമാണ് ഈ കോൺഗ്രസ് നേതാവ് തന്നെ AA അഷ്റഫ് അടക്കം പറയുന്നത്. എന്തായാലും ഇത് വലിയ പ്രതിഷേധമാണ് പൊതുവെ പോലീസിനെതിരെ ഉയർത്തുന്നത്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.